മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട്, നേരിയ പുരോഗതിയുണ്ട്. എന്നിരുന്നാലും MDയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്നാണ് അല്പസമയം മുമ്പ് മെഡിക്കൽ ബുള്ളറ്റിന് പുറത്തിറക്കി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പറയുന്നത്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിൻ്റെ നേതൃത്വമുള്ള വലിയൊരു വിദഗ്ധ സംഘം ഇപ്പോൾ MDയെ നിരീക്ഷിക്കുകയാണ്. ഷഹദർ റഹ്മാൻ ടെലഫോണിൽ കോഴിക്കോട് നിന്ന്. ഷഹദ, പറയൂ. അല്പസമയം മുൻപാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിൽ പറയുന്നത്, അതായത് മരുന്നുകളോട് MD പ്രതികരിക്കുന്നുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ കാര്യമായിട്ടുള്ള മാറ്റമില്ല, പക്ഷേ മരുന്നുകളോട് കാര്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ഇപ്പോൾ ഡോക്ടർമാർ ഇറക്കിയിട്ടുള്ള ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. നമുക്കറിയാം 15-ാം തീയതിയാണ് MDയെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാർഡിയോളജി വിദഗ്ധന്മാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനായുള്ള ചികിത്സ തുടരുകയുമാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് 24 മണിക്കൂറും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർ അദ്ദേഹത്തെ പരിചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ അത്ര ആശ്വാസകരമായിട്ടുണ്ടായിരുന്ന വാർത്തയായിരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ അതായത് കാര്യമായിട്ടുള്ള പുരോഗതി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതിലും കൂടുതൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത. കോഴിക്കോടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എഴുത്തുകാരെ സംബന്ധിച്ച്, സാഹിത്യ ലോകത്തെ സംബന്ധിച്ച് കേരളം, ഇന്ത്യ ഒന്നാകെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇറങ്ങിയ ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ കുറെ കൂടി ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത വരുന്നത്. അദ്ദേഹം കുറെ കൂടി നല്ല രീതിയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് എന്നുള്ളത്. കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.